എതിർപ്പുകൾ അവർക്കെത്ര മാത്രം വന്നതാ, അവയൊക്കെയും റബ്ബിന് വേണ്ടി സഹിച്ചതാ. പ്രായം അവർക്ക് 85 കഴിഞ്ഞതാ, ദീനിന്റെ വഴിയിൽ മുഴുവനും ചിലവായതാ. 850 വർഷത്തിനിത് തുല്യമാ. ആ രീതിയിൽ അവർക്കുള്ള സേവനം വ്യക്തമാ. ഒരു പുരുഷ ആയുസ് മുഴുവനായി ഈ രീതിയിൽ ജീവിച്ച് മാതൃക കാട്ടി തന്നു നമ്മളിൽ. ഉസ്താദിനുള്ള യാത്ര എന്തൊരു അത്ഭുതം, പല രാജ്യമിൽ പതിഞ്ഞിട്ടുമുണ്ടാ പാദം. ഉസ്താദ് മർക്കസിലാണ് രാവിലെ എങ്കിലും, വൈകിട്ട് ഡൽഹിയിൽ, രാത്രി പിന്നെ ദുബായിലും, അതുപോലെ ചൈന, മലേഷ്യ, സിംഗപ്പൂരിലും, കൂടാതെ സൗദി അറേബ്യ, സുമ്മ ഒമാനിലും. അതുമാത്രമല്ല റഷ്യ, ലണ്ടൻ, ആഫ്രിക്ക നടത്തിയതാണ് യാത്ര മുമ്പ് അമേരിക്ക. UAE-യിലും അതുപോലെ തന്നെ കുവൈത്തിലും, ബഹ്റൈനിലും, കൂടാതെ ഖത്തർ, മിസ്രിലും, സുഡാൻ, യമൻ, ഇറാഖ്, തുർക്കി രാജ്യമിൽ, ജോർദാൻ, ഫലസ്തീൻ, പിന്നെ പല പല കൺട്രിയിൽ നടത്തിയതാണ് യാത്ര വിവിധ സ്ഥലങ്ങളിൽ. പ്രായം മറന്നതുമാണ് ദീനീ ഖിദ്മയിൽ. രാജ്യങ്ങളുണ്ട് ഇതുപോലെ നിരവധി എഴുതുവാൻ, അതുപോലെ നന്മകളുണ്ട് അനവധി പാടുവാൻ. ദീനിന്റെ ദഅവത്താണ് യാത്രാ ലക്ഷ്യവും, സഹിച്ചിട്ടുമുണ്ട് അവർ ഏറെ ത്യാഗവും. പ്രത്യേക ക്ഷണിതാവായി തന്നെ യാത്രയും, രാജാക്കളോടൊന്നിച്ച് തന്നെ ചർച്ചയും. മിന്നിത്തിളങ്ങുകയാണ് ഉസ്താദെന്നും, അഭിമാനമായി ഇസ്സത്ത് തന്നാണെന്നും. അവർക്കുള്ള ആയുസ് കൊണ്ട് എന്തൊരു നന്മയാ, സമൂഹത്തിന് മൊത്തമില്ലൊരു മേന്മയാ. തളർത്തല്ല റബ്ബേ നീ ഒരൽപ്പം പോലും, നീ നൽകണം ഉസ്താദിനെല്ലാ കാവലും. അവർക്കെതിരെ പുത്തൻവാദികൾ വർഷങ്ങളായി ആരോപണം പടച്ചുള്ളതെല്ലാം വിഫലമായി. ആക്ഷേപവും അപവാദവും പരിഹാസവും അവരെത്രമാത്രം കേട്ടതാണ് ദിവസവും. റബ്ബിൽ തവക്കുൽ ചെയ്ത് ഉസ്താദന്ന് അതിശക്തമായി പ്രവർത്തിച്ചതാണ് അന്ന്. ഇന്നുള്ള സ്വാധീനങ്ങളൊന്നും തീരെയും അന്നില്ല എന്നതും ഓർക്കണം നാമൊക്കെയും. അബുൽ ഐത്താം എന്ന് തന്നൊരു പേരാ, അറബികളിൽ മാറൂഫുമാണത് നേരാ. ഷെയ്ഖ് അബൂബക്കർ എന്നതും മഷ്ഹൂറാ, വിദേശ രാജ്യമിലൊക്കെയും മദ്കൂറാ. ബഹുമാനപൂർവം AP ഉസ്താദെന്നുമാ വിളിക്കുന്നു നമ്മൾ, അവർ എന്നും തങ്കമാ. സുൽത്താനുൽ ഉലമയുമാണ് ഖമറുൽ ഉലമയാ, മഹത്തുക്കളാ ലഭിച്ചുള്ള വസ്ഫും തന്നെയാ. കാന്തപുരം എന്നുള്ള കൊച്ചു പ്രദേശം, ലോകം അറിഞ്ഞത് തന്നെയാണ് ഈ ദേശം. ഒരു വേദിയിൽ അവരുണ്ട് എങ്കിൽ പിന്നെ അവരാണ് താരം സോദര അതിൽ പൊന്നെ. സദാ പ്രവർത്തകരോട് എന്തൊരു സ്നേഹമാ, അഹങ്കാരമോ അവർക്കില്ല, മനസ്സും ലോലമാ. നേതാക്കളെല്ലാം അവരുമായി അടുപ്പമാ, അതിൽ ജാതി മതരാഷ്ട്രീയമില്ലത് സത്യമാ. ഉലമായിനവർ നേടിക്കൊടുത്തു ഇസ്സത്തും, അത് തന്നെ മതി മതി നന്മയാണിരു ലോകത്തും.
അവർക്കുള്ള സാന്ത്വനത്തിന് ഇല്ല എണ്ണവും. ആ രീതിയിൽ തന്നാണ് അവരുടെ കർമ്മവും. കാണുന്നു നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ, ഉസ്താദിനെ തിന്നുന്ന വ്യക്തികളേറെയാ. ഏതൊക്കെ രീതിയിലുള്ള അപവാദങ്ങളാ, അത് മാത്രമല്ല ഏറെ അപഹാസങ്ങളാ. ഇതിലൊക്കെയും കാണുന്നതാണ് മീമിനെ വല്ലാതെ വേദനയാക്കിടുന്നു മനസ്സിനെ. ഉസ്താദിനുള്ള ജീവനാണ് മർക്കസും, അത് നൽകി നമ്മിൽ ഏറെ അന്തസ്സും. 45 വർഷം അതിന് പൂർത്തിയായി. ഗതകാല കഥകൾ എത്രയുണ്ട് ഓർമ്മയായി. ഇനിയും വളർത്തി തന്നെ സ്ഥാപനം ഉയർത്തട്ട റബ്ബ് കാമിലായി അനുദിനം. ഇവയൊക്കെയും നീ കബൂലിൽ ചേർക്കണേ. ഖൈറിന്റെ ബാബുകൾ റബ്ബന തുറന്നീടണേ. അബുമിന്ന ജാഫർ ബാഖവി മുക്കം ഇതാ പാടുന്നതാണ് മദ്ഹ് ഗാനം ഹാകദാ. സലാത്തും സലാമും ചൊല്ല് റബ്ബേ എന്നും നബിക്കും സഹാബത്താലിനും അത്ബായിനും.